നമ്മൾ പലപ്പോഴും വൈകാരികമായി പ്രതികരിച്ചു പോകും. ചില രാജ്യങ്ങളും അതുപോലെ തന്നെയാണ്. എന്നാൽ നമുക്കപ്പോൾ വിചാരങ്ങൾ വരില്ല. വൈചാരികമായി പ്രതികരിക്കാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. എല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്ന് പ്രവർത്തിച്ചു പോകും. അതാണ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ സംഭവിച്ചത്. നമ്മൾ എന്ത്, എപ്പോൾ, എങ്ങനെ, ആര്, എങ്ങനെ, എത്ര, ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. നാളെ നമ്മൾ ഒരു പക്ഷേ അവരുടെ കാല് പിടിക്കേണ്ടി വരുമോ, നമുക്ക് അവരുടെ സഹായം വേണ്ടി വരുമോ, അവർ നമ്മളെ സഹായിച്ചത് എത്രയാ, ഈ കടപ്പാടുകളെ കുറിച്ചോ കടമകളെ കുറിച്ചോ നന്ദിയെക്കുറിച്ചോ നന്ദികേടിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ മനുഷ്യന് സാധിക്കാറില്ല. അവൻ ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. ആ വികാരങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അവൻ പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മളൊക്കെ ഏതാണ്ട് ആ കാറ്റഗറി തന്നെയാണ്. നമ്മൾ ചിന്തിക്കാറില്ല, അയ്യോ ഞാനത് പറയാൻ പാടുണ്ടായിരുന്നോ, ഞാനത് വേണ്ടിയിരുന്നില്ല. ഇന്നലെ ആടുജീവിതം എന്ന സിനിമ കണ്ടപ്പോൾ പയ്യൻ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകുന്ന സിനിമ, പയ്യൻ വിശന്നു വലഞ്ഞുപോയി. ഏറ്റവും ഒടുവിൽ ഒരു ആഫ്രിക്കക്കാരൻ നെറ്റിയിലെ വിയർപ്പ് വരെ ഇറ്റിച്ചവന്റെ വായിലേക്ക് കൊടുക്കണം, അവന്റെ ജീവൻ നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒടുവിൽ ഈ പയ്യൻ വെപ്രാളപ്പെട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ തൊണ്ട പൊട്ടി ഇയാളെ ആട്ടിച്ച് തെറിപ്പിച്ചിട്ട് ഓട്ടിപ്പോയി മണ്ണുവാരി തിന്നുന്നു, വായി കൂടെ ബ്ലഡ് വരുന്നു വീഴുന്നു. അതാണ് മനുഷ്യന് ചില സാഹചര്യങ്ങളിൽ ഒരുതരം വെപ്രാളമാണ്. അവൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അവന് പോലും അറിയില്ല.